നെറ്റ് ലൈബ്രറി സയൻസ് ഓറിയന്റേഷൻ. നമ്മളിവിടെ നെറ്റ് ലൈബ്രറി സയൻസിന്റെ ഓറിയന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ലൈബ്രറി സയൻസ് നെറ്റ് കോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ കണക്കാക്കിയിട്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നെറ്റ് എക്സാം അല്ലെങ്കിൽ JRF വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ 2 പേപ്പറാണ് വരുന്നത്. ഫസ്റ്റ് പേപ്പറും ഉണ്ട്, സെക്കൻഡ് പേപ്പറും ഉണ്ട്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. അതിൽ മെയിനായിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ. എന്നാൽ സബ്ജക്ട് പേപ്പറിലേക്ക് വരുമ്പോൾ അത് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിന്റെ സബ്ജക്ട് പേപ്പർ 2 എന്ന് പറയുന്നത് അതിൽ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 100 ക്വസ്റ്റ്യൻസ് ക്യാരി ചെയ്യുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്കാണ്. ഈ 2 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പൊ 200 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ 2 നിന്നാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പേപ്പർ 2 നിന്നാണ്. പേപ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് അതും 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും 100 മാർക്സിനുള്ളത് അവിടെയും ഉണ്ട്. നമ്മൾ സബ്ജക്ട് പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മളെ സ്ട്രെങ്ത് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് ഇതുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു സബ്ജക്ട് ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് മാർക്സ് അവിടെ വരുന്നില്ല. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, അതിൽ നമുക്ക് മിസ്റ്റേക്സുകൾ വന്നു കഴിഞ്ഞാൽ പോലും ഈവൻ നമുക്ക് അതിലെ എഫക്ട് ചെയ്യത്തില്ല, നമ്മുടെ മാർക്സിനെ അത് എഫക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. കാരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നെറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഓപ്പൺ ആയി കിട്ടുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് 0 പെനാൽറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്കോർസ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റൂൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ നമുക്ക് റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യത്തിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അതായത് 180 minutes ആണുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 1 minute എന്നുള്ള രീതിയിൽ വേണം നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതും അതിനനുസരിച്ച് വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതും. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് കിട്ടുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിൽ നമുക്ക് അറൗണ്ട് 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ 150 ക്വസ്റ്റ്യൻസിനായിട്ട് 300 മാർക്കാണ് നമുക്ക് വരുന്നത്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് വെച്ചിട്ടാണ് നമുക്ക് ക്വാളിഫൈ ആയോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിന്റെ ഒക്കെ ഒരു കട്ട് ഓഫ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2005 തന്നെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. ജൂണിലും ഉണ്ട്, ഡിസംബറിലും ഉണ്ട് എക്സാംസ്. അപ്പൊ ഈ രണ്ടെണ്ണം നോക്കുമ്പോഴും അറൌണ്ട് ജൂണിൽ നടന്നിട്ടുള്ളതിലാണെങ്കിൽ 2025 ജൂണിൽ നടന്നതിന് JRF കട്ട് ഓഫ് എന്ന് പറയുന്നത് 188 മാർക്സ്, നെറ്റിന്റെ വന്നിട്ട് 168 ആണ്. ഇത് ജനറൽ കാറ്റഗറിയിലാണ് ഈ ഒരു ഇത് വരുന്നത്. നെക്സ്റ്റ് ഡിസംബർ 2025 വരുമ്പോൾ JRF വന്നിട്ട് 186ഉം
അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വാളിഫിക്കേഷന് വേണ്ടത് 166 ആയിരുന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള 2 മാർക്സിന്റെ ഒക്കെ ഡിഫറൻസ് മാത്രമേ ഈ ഒരു കട്ട് ഓഫിൽ തമ്മിൽ ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു വ്യത്യാസം വന്നു എന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. സോ ഈ ഒരു റേഞ്ചിൽ ഒരു 200 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് 200-നകത്തുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് എപ്പോഴും ഒരു 180ക്കും 200-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻസിനും അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസിനും അനുസരിച്ചായിരിക്കും ഈ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ടും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നെറ്റില് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിന്റെ നെറ്റ് അല്ലെങ്കിൽ JRF പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിലബസ് വരുമ്പോൾ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഡേറ്റ ഇൻഫർമേഷൻ. യൂണിറ്റ് 1-ന് നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് നമ്മുടെ സിലബസിലേക്ക് കണക്കുമ്പോൾ നമുക്ക് 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഈ 10 യൂണിറ്റ്സിനെയും നമ്മൾ വീണ്ടും മോഡ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓരോന്നിനെയും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ മോഡ്യൂളിലും നമ്മൾ പല ഡേറ്റാസ് അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾസിലുള്ള ടോപ്പിക്സ് നമ്മൾ മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യാനായിട്ടും അത് നമ്മൾ പഠിക്കാനായിട്ടും ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓരോ മോഡ്യൂൾ എടുക്കുമ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള സബ്ജക്ട് ഏരിയാസ് അല്ലെങ്കിൽ പോർഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചധികമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അപ്പം നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ മോഡ്യൂൾ 1 എന്ന് പറയുന്ന ഡേറ്റ ഇൻഫർമേഷൻ നോളജ് വിസ്ഡം, ഇൻഫർമേഷൻ സൈക്കിൾ, ജനറേഷൻ, കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസമിനേഷൻ, റോൾ ഓഫ് ഇൻഫർമേഷൻ പ്ലാനിംഗ്, മാനേജ്മെന്റ്, സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ദെൻ മോഡ്യൂൾ 2-ലേക്ക് വരുമ്പോൾ ഇൻഫർമേഷൻ സയൻസ്, റിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ്, ഇൻഫർമേഷൻ സൊസൈറ്റി, നോളജ് സൊസൈറ്റി. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് മോഡ്യൂൾ 1 and 2 വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടും വരുന്നതാണ് ഡേറ്റ ഇൻഫർമേഷൻ നോളജ് വിസ്ഡം എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈവൻ 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ പോലും നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഡേറ്റാസ് നമ്മൾ ഓരോ പേപ്പേഴ്സും നമ്മൾ അതിനനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനും ആയിട്ട്. ദെൻ മോഡ്യൂൾ 3 എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒത്തിരി കൺസെപ്റ്റ്സുകൾ, തിയറീസ്, മോഡൽസ്, ചാനൽസ്, ബാരിയേഴ്സ്, അതുപോലെ തന്നെ സ്കോളർലി കമ്മ്യൂണിക്കേഷൻസിന്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇതെല്ലാം കവർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മോഡൽസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതുപോലെ ചാനൽസ്, ബാരിയേഴ്സ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. മോഡൽസിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അതിൽ ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഓരോ മോഡൽസും ഡെവലപ്പ് ചെയ്ത ആൾക്കാരെ പറ്റിയിട്ടുള്ളത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ തിയറീസ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ, ഇൻഫോർമലിൽ തന്നെ നോൺ വെർബൽ, വെർബൽ, ഇങ്ങനെ പല ടൈപ്പിലുണ്ട്. അപ്പൊ നമ്മളിതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അതിനെല്ലാം ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ മോഡ്യൂൾ 4-ലേക്ക് വരുമ്പോൾ ഇൻഫർമേഷൻ ഇൻഡസ്ട്രി ആൻഡ് ജനറേറ്റേഴ്സ്, പ്രൊവൈഡേഴ്സ് ആൻഡ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഈ പോർഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. നെക്സ്റ്റ് കമ്മിങ് ടു IPR ആൻഡ് ലീഗൽ ഇഷ്യൂസ്. IPR-ഉം അതിന്റെ ലീഗൽ ഇഷ്യൂസ്, കാറ്റഗറീസ്, കൺവെൻഷൻസ്, ട്രീറ്റീസ്, ലോസ്, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 2025-ലെ ഡിസംബറിലെ ക്വസ്റ്റ്യൻസിലും ഈ ഒരു പോർഷൻ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണെങ്കിലും അതിൽ ഓരോ സെക്ഷൻസ്, അതുപോലെ തന്നെ പെർട്ടിക്കുലർ ട്രീറ്റീസ് ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അതിന്റെ ഓരോ സെക്ഷൻസ് കവർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ പ്ലാഗറിസംസ്, അതിന്റെ കൺസെപ്റ്റും ടൈപ്സും. പ്ലാഗറിസം ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. പ്ലാഗറിസം സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാഗറിസംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 7th മോഡ്യൂളും അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ നോളജ് കമ്മീഷൻ, നാഷണൽ മിഷൻ ഓഫ് ലൈബ്രറീസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്.
ദെൻ യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ലൈബ്രറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലൈബ്രറീസിന്റെ ഡെവലപ്മെന്റ്, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഓൺ ലൈബ്രറീസ് ഇൻ ഇന്ത്യ. ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. ഇത് നമ്മൾ എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓൺലി എപ്പോഴും പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനും ഓർത്തിരിക്കാനും ഒക്കെ അത് സഹായിക്കും. അതേപോലെ തന്നെ കമ്മിറ്റീസ് ചെയർ ചെയ്തത് ആരാണ്, കമ്മിറ്റീസ് ഫോം ചെയ്തത് ആരാണ്, ഏതിന്റെ കീഴിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണോ, UGCയുടെ കീഴിലാണോ, എന്തിന്റെ കീഴിലാണ് ഈ കമ്മിറ്റീസ് ഫോം ചെയ്തത്, ആരായിരുന്നു ആ സമയത്തുള്ള ഇത് ചെയർമാനായിട്ട് വന്നിരുന്നത്, ഏത് പീരീഡ് ഓഫ് ടൈമിലാണ് ഇത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം കമ്മിറ്റീസിനെ സംബന്ധിച്ചും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആ കമ്മിറ്റീസിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ, അതിന്റെ റിപ്പോർട്ട്സ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റീസ് ഫോം ചെയ്തത്, ഇതെല്ലാം ക്വസ്റ്റ്യൻസിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ അറിയാം, നെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു MCQ എന്ന് പറയുന്നെങ്കിലും ഒറ്റ ആൻസറിൽ ഒതുങ്ങുന്നതല്ല. അതിന്റെ കൺസെപ്റ്റുകൾ തന്നിട്ട് അതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ചൂസ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. സോ ദാറ്റ് ഈ കമ്മിറ്റീസ്, കമ്മീഷൻസ് ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. സോ ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും നമ്മളൊരു സെക്ഷൻ തന്നെ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ പഠിക്കണം. അതിന്റെ ഓരോ കമ്മിറ്റീസിന്റെ ഇയേഴ്സ് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചെയർമാൻസ് ആരൊക്കെ ആയിരുന്നു എന്ന് എഴുതി വയ്ക്കുക. അതിൽ നിന്നുള്ള അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോയിന്റ്സുകൾ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ മോഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ലൈബ്രറീസ് ആണ്, അക്കാഡമിക്, പബ്ലിക്, സ്പെഷ്യൽ ആൻഡ് നാഷണൽ ലൈബ്രറി. ഇതില് മേജർ ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ലൈബ്രറീസ്, പബ്ലിക് ലൈബ്രറി ആൻഡ് നാഷണൽ ലൈബ്രറി ആണ്. ഡിഫറെന്റ് പല അതായത് ഓൾ ഇന്ത്യ ലെവൽ, ഇന്ത്യ നാഷണൽ ലെവലിലുള്ള പബ്ലിക് ലൈബ്രറീസ്, മേജർ ആയിട്ടുള്ള പബ്ലിക് ലൈബ്രറീസ് ഏതൊക്കെയാണ്, അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനെ ഏത് പീരീഡ് ഓഫ് ടൈമിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നാഷണൽ ലൈബ്രറീസിലേക്ക് കടക്കുമ്പോൾ മേജർ ആയിട്ടുള്ള നാഷണൽ ലൈബ്രറീസ് ആൻഡ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് നോക്കി വെക്കുക. ദെൻ മോഡ്യൂൾ 3 എന്ന് പറയുന്ന ലൈബ്രറി രജിസ്ട്രേഷൻ ആണ്. അതുപോലെ ലൈബ്രറി ആക്ട്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ലൈബ്രറി ലെജിസ്ലേഷൻ, എത്ര സ്റ്റേറ്റില് ലൈബ്രറി ലെജിസ്ലേഷൻ എനാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര, അതുപോലെ തന്നെ അതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഏതൊക്കെ സ്റ്റേറ്റിലാണ് സെസ് ഉള്ളത്, ഏതൊക്കെ ഇതിലാണ് സെസ് ഇല്ലാത്തത്, ഇങ്ങനെയുള്ള ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഇതില് എന്താ പറയാ ഒഴിഞ്ഞു നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കും. പിന്നെ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട്, ഡെലിവറി ഓഫ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ ആക്ട്, അത് രണ്ടും ഇയേഴ്സ് മനസ്സിലാക്കി വെക്കുക, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഡെലിവറി ഓഫ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ ആക്ടിൽ ഏതൊക്കെ ലൈബ്രറീസ് ആണ് ഇൻക്ലൂഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ ലോസ് ഓഫ് ലൈബ്രറി സയൻസ്, ലോസ് ഓഫ് ലൈബ്രറി സയൻസിലേക്ക് വരുമ്പോൾ മേജർ ആയിട്ട് 5 ലോസ് ഉണ്ട്. 5 ലോസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിഫറെന്റ് ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ ഈ 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസിനെ മാറ്റിയത് അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അത് ആരുടെ കീഴിലാണ്, ആരാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ OCLCയുടെ തന്നെ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റീ ഓർഡറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ലോസ് ഓഫ് ലൈബ്രറി സയൻസിലുണ്ട്. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ മോഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രൊഫഷൻ, ലൈബ്രറിയൻഷിപ്പ് ആസ് എ പ്രൊഫഷൻ, സ്കിൽസ്, കോമ്പിറ്റൻസീസ്, അതുപോലെ തന്നെ പ്രൊഫഷൻ എത്തിക്സിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് മോഡ്യൂൾ 6th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മോഡ്യൂൾ ആണ് പ്രൊഫഷണൽ അസോസിയേഷൻസ്. ഇതും പറഞ്ഞ പോലെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ തന്നെ ആരായിരുന്നു പ്രസിഡന്റ്, ആരായിരുന്നു ചെയർമാൻ, ആരായിരുന്നു ഫോം ചെയ്യുന്ന ഫൗണ്ടർ പ്രസിഡന്റ്, ആരായിരുന്നു സെക്രട്ടറി, ആരായിരുന്നു അതില് ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ ഓർഗനൈസേഷൻസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷൻസ് കണ്ടിന്യൂയിങ് ആണ്, മെർജ് ചെയ്തത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്, കോൺഫറൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് കാരണം ഇയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ
കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതിൽ മേജർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലെ ലൈബ്രറി സയൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു അതിന്റെ ഡെവലപ്മെന്റ്, അതിൽ ഇയർ ഏതൊക്കെ ഇയറിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെയാണ് ചെയ്തത്, BLIC, MLIC, അതുപോലെ തന്നെ CLIC ഒക്കെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. ദെൻ library public relations and extension activities, then type of users, user studies, user education. ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ മോഡ്യൂൾ 9 ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിൽ ഇൻഫർമേഷൻ ലിറ്ററസി മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോർ ദാൻ 5 കൂടുതലുള്ള മോഡൽസ് ഇതിൽ വരുന്നുണ്ട്. അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ആ മോഡൽസിന്റെ പ്രത്യേകതകൾ ഏതൊക്കെ, ഓരോ മോഡൽസിനും ഓരോ എന്താ പറയാ ഓരോ രീതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി, അതായത് ഡേറ്റ കളക്ഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ഇപ്പൊ 7 ബിഗ് 6 മോഡൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, സ്നോളിന്റെ 7 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഓരോ ഇതാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് അത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇയർ ഓഫ് ഫോർമേഷൻ ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ദെൻ തേർഡ് മോഡ്യൂളിൽ വരുമ്പോൾ ഇൻഫർമേഷൻ സോഴ്സസ് ആണ് വരുന്നത്. അതായത് പ്രൈമറി, ടെറിഷറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷനെ പറ്റിയിട്ട് ഡോക്യുമെന്ററി അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, പ്രൈമറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്, സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്, ടെറിഷറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് മേജർ ആയിട്ടുള്ള പീരിയോഡിക്കൽസ് ഏതൊക്കെയാണ്, ജേർണൽസ് ഏതാണ്, ഇൻഡെക്സിംഗ് പീരിയോഡിക്കൽസ് ഏതാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഴ്സസ്. ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് അതിൽ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ റിസോഴ്സസിനെ പറ്റിയിട്ട് സബ്ജക്ട് ഗേറ്റ്വേസ്, വെബ് പോർട്ടൽസ്, ബുള്ളറ്റിൻ ബോർഡ്സ്, ഡിസ്കഷൻ ഫോറംസ്, ഗ്രൂപ്പ്സ്, ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. ബിക്കോസ് ടെക്നോളജിക്ക് അനുസരിച്ച് ഡേ ടു ഡേ അപ്ഡേഷൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മൾ ഒരു 6 months ബിഫോർ പഠിച്ചതായിരിക്കത്തില്ല നെക്സ്റ്റ് ലെവലിലേക്ക് വരും, നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ വരുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു ബി മോർ അപ്ഡേറ്റഡ് ഇൻ ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കുക. സബ്ജക്ട് ഗേറ്റ്വേസ് ആയിക്കോട്ടെ, വെബ് പോർട്ടൽസ് ആയിക്കോട്ടെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മേജർ ആയിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡേറ്റാ ബേസസ് ആണ്. അത് ബിബ്ലിയോഗ്രാഫിക് പലതരത്തിലുള്ള ഡേറ്റാ ബേസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. മോഡ്യൂൾ 5 അതിനെ പറ്റിയിട്ടാണ് വരുന്നത്. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ സർവീസസ് ആണ് ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് റെഫറൻസ് സർവീസസ് ആണ്. അതിൽ റെഫറൽ സർവീസസ്, അലേർട്ടിംഗ് സർവീസസ്, ഇന്റർ ലൈബ്രറി ലോൺ, ഡോക്യുമെന്റ് ഡെലിവറി. ഈ ഒരു മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൊബൈൽ ബേസ്ഡ് ലൈബ്രറി സർവീസസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ മൊബൈൽ ഒപ്പാക്ക്, മൊബൈൽ ഡേറ്റാബേസസ്, മൊബൈൽ ലൈബ്രറി വെബ്സൈറ്റ്സ്, ലൈബ്രറി ആപ്പ്, മൊബൈൽ ലൈബ്രറി ഇൻസ്ട്രക്ഷൻ, അഗ്മെന്റൽ റിലേറ്റഡ്, SMS അലേർട്സ്, ജിയോ ലൊക്കേഷൻ, റെഫറൻസ് എൻക്വയറി എന്ന പറയുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ ഈ ഒരു മോഡ്യൂളിലാണ്, മോഡ്യൂൾ 3 കവർ ചെയ്യുന്നത്. ഇതും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ഈ ഒരു പുതിയ ഒരു ഇതിലേക്ക് വരുമ്പോൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയാസ് എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ കൂടിയാണ്. നെക്സ്റ്റ് വെബ് 2.0 ആൻഡ് 3.0 ഇതിനും വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള കൺസെപ്റ്റ് ആണ്. അതായത് പോസ്റ്റ് കാർഡ്സ്, ഇൻസ്റ്റന്റ് മെസ്സേജിങ്, RSS ഫീഡ്സ്, വോട്ട് കാർഡ്, ആസ്ക് എ ലൈബ്രറിയൻ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് സർവീസസ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക്, അക്കാഡമിക് സോഷ്യൽ നെറ്റ്വർക്ക്സ്, സോഷ്യൽ ടാഗിംഗ്, സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, വെബ് സ്കെയിൽ ഡിസ്കവറി സർവീസസ്, ഇതെല്ലാം ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ അധികം ക്വസ്റ്റ്യൻസ് വരാനും ചോദിക്കാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു മോഡ്യൂൾ കൂടിയാണ് മോഡ്യൂൾ 5 എന്ന് പറയുന്നത്. മോഡ്യൂൾ 6 വരുമ്പോൾ നെറ്റ്വർക്ക് ആണ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിസ്കെയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിസ്കെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇവിടെ വരെയാണ്. എല്ലാത്തിന്റെയും നിസ്കെയർ, ഡെസിഡോക്, സെൻഡോക്, എൻവിസ്, ഇൻഫ്ലിബ്നെറ്റ്, ഡെൽനെറ്റ്, നിക്നെറ്റ്, എർനെറ്റ്, ഇതിൽ നിന്നെല്ലാം ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്രയും എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻഫ്ലിബ്നെറ്റ് ആയിക്കോട്ടെ,
ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ്, അല്ലെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഫ്ലിനെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിസ്കെയർ എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഓരോ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്സിന് അതിൻ്റെതായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി അധികം കാര്യങ്ങൾ ഉണ്ട്. അപ്പം അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസ്, പ്രോഡക്ട്സ്, ഇതെല്ലാം മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്സിലാണ് ഇനിസ്, അഗ്രിസ്, ഇൻസ്പെക്, മെക്ലാസ്, ബയോസിസ്, എറിക്, പാറ്റേൺ ഇൻഫർമേഷൻ സിസ്റ്റം, ബയോടെക്നോളജി ഇൻഫർമേഷൻ സിസ്റ്റം, ഇതെല്ലാം വരുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ഒത്തിരി ഡിസ്കഷൻസിന് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ടോപ്പിക്സ് ആണ് ഇനിസ്, അഗ്രിസ്, ഇൻസ്പെക്ട്, ഇതെല്ലാം എന്ന് പറയുന്നത്. സോ ഈ മോഡ്യൂൾ 6ഉം മോഡ്യൂൾ 7ഉം മോർ ഫോക്കസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതും മോർ ഫോക്കസ് ആയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ദെൻ ലൈബ്രറി റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ലൈബ്രറി കൺസോർഷ്യ, ഇതിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മേജർ ആയിട്ടുള്ള ലൈബ്രറി കൺസോർഷ്യൻസ്, അതുപോലെ തന്നെ റിസോഴ്സ് ഷെയറിങ്ങിനെ പറ്റിയിട്ട് ഇന്റർനാഷണൽ നാഷണൽ ലെവലിലുള്ള ലൈബ്രറി കൺസോർഷ്യംസ് ഉണ്ട്. അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആരുടെ കീഴിലായിരുന്നു, ആരാണ് ഫണ്ടിങ് ഏജൻസി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിലെ ഏതൊക്കെ സബ്ജക്ട് ഏരിയാസ് ആണ് കവർ ചെയ്യപ്പെടുന്നത് ഈ ലൈബ്രറി കൺസോർഷ്യല് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 8 നമ്മൾ മേജർ ആയിട്ടും കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 5 വരുമ്പോൾ യൂണിവേഴ്സ് ഓഫ് നോളജ് ആണ് കവർ ചെയ്യുന്നത്. മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഓഫ് നോളജ്, നേച്ചർ ആൻഡ് ആട്രിബ്യൂട്ട്സ്, മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട് ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ, ഫിഷൻ, അഗ്ലോമറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഏതൊക്കെയാണ്, ഏത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും തന്നേക്കുന്നത്, അത് ഏത് ത്രൂ ആണ് ഫോം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന മോഡ് ഓഫ് ഫോർമേഷൻ ത്രൂ ഏത് സബ്ജക്റ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണാറില്ല. സോ ഈ ഒരു മോഡ്യൂള്, ഈ ഒരു പോർഷൻ എപ്പോഴും മനസ്സിൽ വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ മോഡ്യൂൾ 2 വരുമ്പോൾ നോളജ് ഓർഗനൈസേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ, തിയറി, കാനോൺസ്, പ്രിൻസിപ്പിൾസ്, സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം, ടാക്സോണമീസ്, ഫ്ലോക്സോണമീസ്, ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കാണുന്ന ടാക്സോണമീസ്, ഫ്ലോക്സോണമിയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നത്. ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നല്ല, ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടും അതിന്റെ തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഏത് തിയറിയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കാനോൺസ് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് എല്ലാം ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്, ഫാസറ്റ്സ്, ഫോർമുലാസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാപ്പിംഗ് ഓഫ് സബ്ജക്ട് ഇൻ ലൈബ്രറി ക്ലാസിഫിക്കേഷൻ, മാപ്പിംഗ് ഓഫ് സബ്ജക്ട് DDCയിലും UDCയിലും CCയിലും മാപ്പിംഗ് എങ്ങനെയാണ്, അതും മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. ദെൻ കാറ്റലോഗിങ്, 4th മോഡ്യൂളിൽ വരുന്നത് കാറ്റലോഗിങ്ങിനെ പറ്റിയിട്ടാണ്. അതിൽ കാനോൺസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, കാറ്റലോഗിങ് കാനോൺസും പ്രിൻസിപ്പിൾസും ആണ് കവർ ചെയ്യുന്നത്. അതുപോലെ കോപ്പറേറ്റീവ് കാറ്റലോഗ്, ലൈബ്രറി കാറ്റലോഗ് കോഡ്സ്, CCSനെ പറ്റിയും AACR 2നെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് 5th മോഡ്യൂൾ ആണ്. അതെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിബ്ലിയോഗ്രഫി റെക്കോർഡ് ഫോർമാറ്റ്സ്, ഡിസ്ക്രിപ്ഷൻ, അത് ISBD, Mark 21, CCF, RDA, FRBR, ബിബ് ഫ്രെയിം, ഇതിനെ പറ്റിയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് 5th മോഡ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ബിബ്ലിയോഗ്രഫിക് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ്സ്, ISO 2709, Z39.50, Z39.71, മെറ്റാഡാറ്റ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഡുപ്ലിങ്കോർ, Mark 21, METS, MODS, AAD, ഇതെല്ലാം ഈ 5th മോഡ്യൂളാണ്. ഈ ഒരു മോഡ്യൂളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഇതിൽ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇയർ ഓഫ് ഫോർമേഷൻ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഫോർമാറ്റ്സ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആരാണ് അത് കൊണ്ടുവന്നത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഓരോ സ്റ്റാൻഡേർഡ്സിന്റെ പ്രത്യേകത, ആ സ്റ്റാൻഡേർഡിന് വേറൊരു നെയിം ഉണ്ടെങ്കിൽ അത് ആ ഒരു സ്റ്റാൻഡേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ഡുപ്ലിങ്കോർ, Mark 21, METS, MODS, ഇതെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നെറ്റ് എക്സാംസിനെ സംബന്ധിച്ചിട്ട്. ദെൻ മോഡ്യൂൾ 6 വരുമ്പോൾ ഇൻഡെക്സിംഗ് സിസ്റ്റംസ് ആൻഡ് ടെക്നിക്സ് ആണ്. അതിൽ പ്രീ കോർഡിനേറ്റിംഗ്, പോസ്റ്റ് കോർഡിനേറ്റ്, ഡ്രൈവ്ഡ്, ടൈറ്റിൽ ബേസ്ഡ്, വൊക്കാബുലറി കൺട്രോൾ, ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രീ കോർഡിനേറ്റും പോസ്റ്റ് കോർഡിനേറ്റ് ഇൻഡെക്സിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി നമുക്ക് അവൈലബിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ മോഡ്യൂൾ 7 എന്ന് പറയുന്നത് അബ്സ്ട്രാക്ടിംഗ് ആണ്, ടൈപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. ദെൻ മോഡ്യൂൾ 8 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം ആണ്. അതിന്റെ ഫീച്ചേഴ്സ്, കമ്പോണൻസ്, മോഡൽസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു മോഡ്യൂളിലേക്ക് വരുമ്പോൾ വരുന്നത്.
നെക്സ്റ്റ് സിക്സ്ത് യൂണിറ്റ് ആണ്. സിക്സ്ത് യൂണിറ്റില് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് വരുന്നത്. അതിൽ മോഡ്യൂൾ 1 എന്ന് പറയുന്ന മാനേജ്മെന്റ് ആൻഡ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് വരുന്നത്. ഇതിൽ മേജർ ആയിട്ടും വരുന്ന സ്കൂൾസ് ഓഫ് തോട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അതില് മേജർ ആയിട്ടും വരുന്നത് ഫയോൾസ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, ടൈലർ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, മാക്സ് വെബറിന്റെ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പീരീഡ് ഓഫ് ടൈം അതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലൈബ്രറി ഇൻഫർമേഷൻസ് ആൻഡ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ബുക്ക് സെലക്ഷൻ ടൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ജൂറീസ് പ്രിൻസിപ്പിൾസ്, മെക്കോളിൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ രംഗനാഥന്റെ പ്രിൻസിപ്പിൾ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനൊരു കോഡ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വെക്കുക. ലൈബ്രറി അക്വിസിഷൻ അതുണ്ട്, ടെക്നിക്കൽ പ്രോസസിംഗ്, സർക്കുലേഷൻ, സീരിയൽ കൺട്രോൾ, മെയിൻ്റനൻസ് ആൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ, പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ. പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസിന് ചാൻസസ് ഉള്ളതാണ്. പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ വരുമ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള അതിനൊരു ടെമ്പറേച്ചർ മെയിൻ്റനൻസിനൊക്കെ ഒരു പെർസെന്റേജ് ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹസാർഡ്സ് ആൻഡ് കൺട്രോൾ മെഷർ ഓഫ് ലൈബ്രറി മെറ്റീരിയൽസ്, ഇതും മനസ്സിലാക്കി വെക്കേണ്ട പോർഷൻ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നൊക്കെ. നെക്സ്റ്റ് മോഡ്യൂൾ 3 എന്ന് പറയുന്ന ഹ്യൂമൻ ആണ്. പ്ലാനിംഗ്, ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് ഇവാലുവേഷൻ, സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, മോട്ടിവേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, സ്റ്റാഫ് മാനുവൽ. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ ലൈബ്രറി, സോഴ്സസ് ഓഫ് ഫിനാൻസ്, റിസോഴ്സ് മൊബിലൈസേഷൻ, ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. PPBS, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പ്രോഗ്രാം ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലൈബ്രറി അതോറിറ്റി ആൻഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോജക്ട് മാനേജ്മെന്റിൽ വരുന്ന സോർട്ട്, പെസ്റ്റ്, പെർട്ട്, CPM. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂള് തന്നെയാണ്. ദെൻ 6th മോഡ്യൂളിൽ വരുമ്പോൾ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ 6 സിഗ്മ, ദെൻ ഇവാലുവേഷൻ ഓഫ് സർവീസസ് ഓഫ് ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് മോഡ്യൂൾ തന്നെയാണ്. നെക്സ്റ്റ് 7th മോഡ്യൂളിലേക്ക് വരുമ്പോൾ ലൈബ്രറി ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെന്റ്, ഗ്രീൻ ലൈബ്രറി ബിൽഡിംഗ്, ഇൻഫർമേഷൻ കോമൺസ്, മേക്കർ സ്പേസ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ ലൈബ്രറി ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെന്റ്, ഗ്രീൻ ലൈബ്രറി ബിൽഡിംഗ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ ISO സ്റ്റാൻഡേർഡ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ലൈബ്രറി ബിൽഡിങ്ങിന് ഇപ്പോൾ റീഡിംഗ് റൂമിന്റെ ഇത് ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗ്രീൻ ലൈബ്രറി ബിൽഡിംഗ്സിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ ലൈബ്രറി ബിൽഡിങ്ങിന് ഏതൊക്കെ ഇതിന്റെ അപ്രൂവൽ ആണ് വേണ്ടത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS, MBO, ചേഞ്ച് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ് ആണ് വരുന്നത്. ദെൻ 9 എന്ന് പറയുമ്പോൾ നോളജ് മാനേജ്മെന്റ് ആണ്. നോളജ് മാനേജ്മെന്റും ഈ പറഞ്ഞ പോലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. അതിൽ പ്രിൻസിപ്പിൾസ്, ടൂൾസ്, കമ്പോണൻസ് ആൻഡ് ആർക്കിടെക്ചർ. ദെൻ മോഡ്യൂൾ 10ലേക്ക് വരുമ്പോൾ മാർക്കറ്റിംഗ് ഓഫ് ലൈബ്രറി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, പ്ലാൻ, റിസർച്ച്, സ്ട്രാറ്റജീസ്, മിക്സ്, സെഗ്മെന്റേഷൻ, പ്രൈസിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്, മാനേജ്മെന്റ് കൺസൾട്ടൻസി. ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 10ലേക്ക് വരുന്നത്. നെക്സ്റ്റ് 7th മോഡ്യൂൾ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി ആണ്. ഇതിലെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ, ASC2, ISC2, യൂണിക്കോഡ്, ഇത് 3ഉം പഠിച്ചു വെക്കുക. ഇത് 3ൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രൊസീജിയർ, ഹൈ ലെവൽ സ്ക്രിപ്റ്റിംഗ്, വെബ് ലാംഗ്വേജസ്. ദെൻ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ട്രാൻസ്മിഷൻ ചാനൽസ്, മോഡ്, മീഡിയ, അതുപോലെ ISDN, PSDN, മൾട്ടിപ്ലെക്സിംഗ്, മോഡുലേഷൻ, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രോട്ടോകോൾസ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, മീഡിയ, വൈഫൈ, ലൈഫൈ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു മോഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന മോഡ്യൂൾസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ടോപ്പോളജീസ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, WAN, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മോഡ്യൂൾസ് ആണ്. ദെൻ മോഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ ഇന്റർനെറ്റ്, വെബ് ബ്രൗസേഴ്സ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, മെറ്റ, എന്റിറ്റി സെർച്ച് എഞ്ചിൻസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, HTTP, SHTTP, FTP, SMTP,
HTTP, TCP/IP, URI, URL, hypertext, hypermedia, multimedia, വീഡിയോ കോൺഫറൻസിംഗ്, വിർച്വൽ റിയാലിറ്റി, ഇഗ്മെന്റഡ് ടെക്നോളജീസ്. ഈ മോഡ്യൂൾസ്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡ്യൂൾസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡേറ്റ സെക്യൂരിറ്റി മോഡ്യൂൾ 5 നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഫയർവാൾസ്, ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ആന്റി സ്പൈവെയർ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ്. നെക്സ്റ്റ് മോഡ്യൂൾ 8 വരുമ്പോൾ ലൈബ്രറി ഓട്ടോമേഷൻ ആണ്. ഇതെല്ലാം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ലൈബ്രറി ഓട്ടോമേഷൻ ആയിക്കോട്ടെ, കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ലൈബ്രറി ഓട്ടോമേഷൻ, ലൈബ്രറി ടെക്നോളജി ഒക്കെ വരുന്ന സമയത്ത്, ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒത്തിരി നമുക്ക് വാസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ ബാർകോഡ്, RFID, QR കോഡ്, ബയോമെട്രിക്, സ്മാർട്ട് കാർഡ്, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിജിറ്റൈസേഷൻ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് പ്രോസസ്സർ ഇഷ്യൂസ് എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടും അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മോഡ്യൂൾ 4 വരുമ്പോൾ ഡിജിറ്റൽ ലൈബ്രറി, അതിന്റെ ജെനസിസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, ആർക്കിടെക്ചർ, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ആൻഡ് പ്രോട്ടോകോൾസ്, DOI. ദെൻ ഫിഫ്ത്ത് വൺ ഡിജിറ്റൽ പ്രിസർവേഷൻ ആണ്. ഡിജിറ്റൽ പ്രിസർവേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ആ ഒരു മോഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലും നമ്മൾ കവർ ചെയ്യുന്നത് നീഡ്, പർപ്പസ്, സ്റ്റാൻഡേർഡ്സ്, മെത്തേഡ്സ്, ടെക്നിക്സ്, പ്രോജക്ട്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. ദെൻ ഡിജിറ്റൽ ലൈബ്രറി ഇനിഷ്യേറ്റീവ്സ്, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവൽസിലുമുള്ള ഡിജിറ്റൽ ലൈബ്രറി ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്പോസിറ്ററീസിലേക്ക് വരുമ്പോൾ അതിന്റെ നീഡ്, പർപ്പസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്പോസിറ്ററീസ്, അതിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്പോസിറ്ററീസ് ഇന്ത്യയിലുള്ള റോർ, DOAir, ഷാർപ്പ, റോമിയോ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ മോഡ്യൂൾ 8 വരുമ്പോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് അല്ല, അതിന്റെ ആർക്കിടെക്ചർ, ഡേറ്റ ഇന്റഗ്രേഷൻ, CMS സോഫ്റ്റ്വെയർ, അതിന്റെ സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ മോഡ്യൂൾ 9 വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് ഈ ഒരു മോഡ്യൂൾ 9th മോഡ്യൂൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മൊബൈൽ അനലിറ്റിക്സിനെ പറ്റിയിട്ട്, റോബോട്ടിക്സ്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് 9th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതില് IaaS, അതുപോലെ തന്നെ HAAS, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ 10th മോഡ്യൂൾ ഓണ്ടോളജി ആൻഡ് ടൂൾസ്, RDFS, പോർട്ടേജ് എന്ന് പറയുന്നത്, അതുപോലെ സെമാന്റിക് വെബില് ലിങ്ക്ഡ് ഡേറ്റ, ബിഗ് ഡേറ്റ, ഡേറ്റ മൈനിങ്, ഡേറ്റ ഹാർവെസ്റ്റിംഗ്, ഇതിലും ബേസ് ചെയ്തിട്ട് RDFSനെ പറ്റിയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. നെക്സ്റ്റ് 9th മോഡ്യൂൾ ആണ്. ഇത് റിസർച്ച് മെത്തഡോളജി ആണ് ഈ ഒരു മോഡ്യൂൾ വരുന്നത്. ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ടും പലതരത്തിലുള്ള റിസർച്ച് മെത്തേഡ്സ്, അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ, ഹൈപ്പോത്തിസിസ്, ഇതിനെല്ലാം പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് 9th മോഡ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്, ക്വസ്റ്റിനെയർ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, ലൈബ്രറി റെക്കോർഡ്സ്, സ്കിൽസ് ചെക്ക് ലിസ്റ്റ് ഒക്കെയാണ്. ദെൻ മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഡേറ്റ പ്രസന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ്, സ്പ്രെഡ്ഷീറ്റ്, SPSS, ബിബെക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് നമ്മൾ മേജർ ആയിട്ട് ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 6th മോഡ്യൂൾ എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് സൈറ്റേഷൻ ടൂൾസ് ആണ്. ഇതിൽ സ്ട്രക്ചർ, സ്റ്റൈൽ, കണ്ടന്റ്സ്, ഗൈഡ് ലൈൻസ്, സ്റ്റൈൽ മാനുവൽസ്, ഓൺലൈൻ സൈറ്റേഷൻ, ഇതിൽ സ്റ്റൈൽ, കണ്ടന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു മോഡ്യൂളിൽ വരുമ്പോൾ. അതായത് ഈ ഒരു സൈറ്റേഷൻ ടൂൾസ്, അതിന്റെ സ്ട്രക്ചർ, സ്റ്റൈല്, കണ്ടന്റ്സ്, ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റേഷൻ ടൂൾസ്, റെഫറൻസ് സ്റ്റൈൽ മാനേജ്മെന്റ് ടൂൾസ്, ഇതെല്ലാം ഈ ഒരു ഇതിലാണ് വരുന്നത്. അതിൽ നമ്മുടെ സ്റ്റൈൽ മാനുവൽസ് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ആന്റി പാഗരിസം ടൂൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, റിസർച്ച് റിപ്പോർട്ടിന്റെ ഇവാലുവേഷൻ, ഇതെല്ലാം ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട മാനുവൽ, സ്റ്റൈൽ മാനുവൽസ് നോക്കണം. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള സൈറ്റേഷൻ ടൂൾസ്, റെഫറൻസ് സ്റ്റൈൽ മാനേജ്മെന്റ് ടൂൾസ്, ഇതെല്ലാം ഫോക്കസ് ചെയ്ത ആന്റി പ്ലാഗരിസം ടൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് 7th മോഡ്യൂളിലേക്ക് വരുമ്പോൾ മെട്രിക്സ് സ്റ്റഡിയാണ് വരുന്നത്. അതിൽ ബിബ്ലിയോമെട്രിക്സ്, സൈന്റോമെട്രിക്സ്, വെബോമെട്രിക്സ്, ആൽറ്റിമെട്രിക്സ് ആണ്. ദെൻ ഇമ്പാക്ട് ഫാക്ടർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജേർണൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓതർ, H ഇൻഡെക്സ്, G ഇൻഡെക്സ്, I10 ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദെൻ മോഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ ട്രെൻഡ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് റിസർച്ച് ആണ് വരുന്നത്. നെക്സ്റ്റ് 10th മോഡ്യൂൾ ആണ്. 10th മോഡ്യൂളിന് 10th യൂണിറ്റ് ആണ്. ഇതിൽ 10 മോഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. മോഡ്യൂൾ 1 എന്ന് പറയുന്ന അക്കാഡമിക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 2 പബ്ലിക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 3 സ്പെഷ്യൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 4 ഹെൽത്ത് സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 5 കോർപ്പറേറ്റ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 6 അഗ്രികൾച്ചർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, മോഡ്യൂൾ 7 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിലെല്ലാം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്, ഓരോ പർട്ടിക്കുലർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഓരോ മോഡ്യൂളിൽ പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നോക്കുന്നത്. അപ്പോൾ ഓരോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺസോർഷ്യംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോ മോഡ്യൂൾസിലും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ മോഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ ആർക്കൈവ്, മ്യൂസിയംസ് ആൻഡ് ഓറിയന്റൽ ലൈബ്രറീസിനെ പറ്റിയിട്ട്, ദെൻ മോഡ്യൂൾ 9 കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട്, മോഡ്യൂൾ 10 ഇൻഫർമേഷൻ സർവീസ് ആൻഡ് സിസ്റ്റം ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ചിൽഡ്രൻ ആൻഡ് വ്യൂമൻ. ഇത്രയുമാണ് നമ്മൾ ഒരു 10 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പറിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള. ഓരോ 10 യൂണിറ്റിന് ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വേണം, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 10 യൂണിറ്റ് ആയിട്ട് നമ്മൾ 10 യൂണിറ്റ് ഉണ്ട്, അതിനെ സബ് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ഒരു നമുക്ക് പഠിക്കാം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റേജ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മേജർ ആയിട്ടുള്ള, ഇപ്പൊ കുറച്ച് പോർഷൻസ് നമ്മൾ പറഞ്ഞല്ലേ, ഇതെല്ലാം മേജർ ആണ്. ഇവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾ നോക്കരുത്, കാരണം എന്ന് വെച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ വെയിറ്റേജ് കൊടുക്കുക. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എപ്പോഴും നോക്കുക. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഒരു 5 to 10 ഇയേഴ്സിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയ ഏതാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, നെഗ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോയിട്ടുള്ള ഏരിയാസ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പം 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ 10 യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഇൻ ഡെപ്തിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല പോർഷൻസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം ഏത് ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏത് ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പോർഷൻസ് പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു വരാനായിട്ട് ഫസ്റ്റ് ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ റെഫറൻസ് മെറ്റീരിയൽസ്, അതായത് നമ്മളൊരു സബ്ജക്ട് പഠിക്കാൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള റെഫറൻസ് മെറ്റീരിയൽസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇഗ്നോയുടേത് പറ്റുന്നുണ്ട്, EPG പാഠശാല നമുക്ക് ചെയ്യാം. അതിന് പുറമെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സുകൾ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ BLICക്കും MLICക്കും ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ ത്രൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ EPG പാഠശാലയും അതേപോലെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷൻസോട് കൂടി നമുക്ക് മോഡേൺ കൺസെപ്റ്റ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് EPG പാഠശാല എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ 2 വെബ്സൈറ്റ്സ് ത്രൂ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു സജഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ നിന്ന് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്താലും ഇയർ നമ്മൾ എപ്പോഴും ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. ഒരിക്കലും ഈവൻ നമ്മൾ സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
സെറ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കൺസോഷ്യം ഫോർ അഗ്രികൾച്ചർ ലൈബ്രറീസിനുള്ള ഒരു ഇതാണ്, കൺസോഷ്യമാണ് സെറ എന്ന് പറയുന്നത്. സെറയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2007 2008 ഒരു ഇതിൽ വരാറുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഒന്നുകിൽ അവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക, അവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ നമുക്ക് പലയിടത്തും ഇയേഴ്സ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇയേഴ്സിൽ നമുക്കൊരു ക്ലാരിറ്റി ചില കേസസിൽ വരാറില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ റെഫറൻസ് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യാനും, അതിൽ നിന്ന് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സുകൾ, റീസെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, ഇങ്ങനെയുള്ളത് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലൈബ്രറി നമ്മുടെ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുമ്പോൾ മുന്നത്തെ പോലെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 1 ഓപ്ഷനിൽ നമ്മൾ ആൻസേഴ്സ് എഴുതി പോകാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കത്തില്ല. അപ്പൊ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, കാണാതെ പഠിച്ച് എഴുതാറുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതിന് പകരം ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് എപ്പോഴും കൃത്യമായിട്ട്, ഇപ്പൊ നിസ്കെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ മനസ്സിലാക്കി ആ കൺസെപ്റ്റിനകത്ത് നിന്ന് ഇൻ ഡെപ്ത് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ഒരു നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസറേ കാണുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് പെട്ടെന്ന് ഇത് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് വന്നിട്ട് അതിൽ നിന്നാണ് ഓപ്ഷൻസ് ചോദിക്കുന്നത് അല്ലെ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പോൾ ഇതാണോ കറക്റ്റ്, ഈ ഒരു കൺസെപ്റ്റിൽ ഇത് റിലേറ്റഡ് ആണോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സുകൾ വരും. അതുകൊണ്ട് തന്നെ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓരോ പോയിന്റ് വെച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എഴുതി ഒരു പെർട്ടിക്കുലർ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടും. കാരണം ഈവൻ പിന്നീട് ഒരു റിവിഷൻ സമയത്താണെങ്കിലും നിങ്ങൾക്ക് അത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും അത് ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ആ ഒരു കൺസെപ്റ്റിനും മറ്റൊരു കൺസെപ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്സ് മനസ്സിലാക്കാൻ ഇതെല്ലാം ഈ ഒരു കൺസെപ്ച്വൽ, അതായത് ഇൻ ഡെപ്തിലുള്ള സ്റ്റഡിക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ പ്രൊഫഷണൽ നോളജ് ഇൻക്രീസ് ചെയ്യാനും എക്സാം പ്രിപ്പറേഷനും അത് വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, അതായത് കൃഷ്ണകുമാറിന്റെ, രംഗനാഥന്റെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്സുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒത്തന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ത്രൂ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാനും ശ്രമിക്കാം. അങ്ങനെ പലതരത്തിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്റ്റഡി മുന്നോട്ട്, അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും ക്വാളിറ്റി ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ പോലും ഒരു ഒത്തന്റിക് സോഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും കൺഫേം ചെയ്തിട്ട് വേണം ആ സോഴ്സിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മളെ കൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതോടുകൂടി നമുക്ക് ബെറ്റർ ക്ലാസിഫിക്കേഷൻ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അക്കാഡമിക് സക്സസും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ന ഒരു പർട്ടിക്കുലർ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൺസെപ്റ്റ് വെച്ച് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല കൺസെപ്റ്റുകളും ഓടി വരും. കാരണം പല ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് അതിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കൺസെപ്ച്വൽ ലേണിംഗ് ത്രൂ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടെ നമുക്കൊരു ഈ ഒരു സബ്ജക്റ്റില് നമുക്ക് ഈസി ആയിട്ട് ഒരു നെറ്റ് ക്രാക്ക് ചെയ്യാൻ. നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റോങ് ആൻസറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു
ഒരു എലിമിനേഷൻ മെത്തേഡ് ത്രൂ നമ്മൾ ആൻസറിലേക്ക് പോകുന്ന, അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ട്. കൺസെപ്റ്റ് ലേണിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇത് നമുക്ക് ഇപ്പം 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണം നമുക്ക് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ബാക്കി നമുക്ക് അതിൽ നിന്ന് നമ്മൾ മെന്റൽ റീസണിങ് പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരു 90% നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു തരത്തിൽ പഠിച്ചു പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ മാപ്പിംഗ് ഓഫ് ഫാക്ട്സ് ആണ്. ക്രോണോളജിക്കൽ മാപ്പിംഗ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിനെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി ഇയേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ ഒത്തിരി ഇയേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈബ്രറീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലൈബ്രറീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റീസ്, ദെൻ ലോസ് ഓഫ് ലൈബ്രറി സയൻസ്, നമ്മൾ IPR റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദെൻ ലാൻഡ് പബ്ലിക്കേഷൻസ് വരുമ്പോൾ, ദെൻ അസോസിയേഷന്റെ ഫോർമേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇയേഴ്സ് നമ്മളുടെ മനസ്സിൽ കൂടെ ഓടിപ്പോവും അല്ലെ. ഒത്തിരി ഇയേഴ്സ് നമുക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഓരോ കൺസെപ്റ്റിന്റെയും താഴത്തേക്ക്, ഇപ്പൊ കമ്മിറ്റീസ് ആണെങ്കിൽ ഏത് വർഷത്താണോ തുടങ്ങുന്നത് അത് മുതൽ എൻഡിങ് ഇയർ വരെ എഴുതി വയ്ക്കുക. യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ, അതുപോലെ തന്നെ രംഗനാഥൻ കമ്മീഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ച് അതിനെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് ഈ ഇയറും മറക്കത്തില്ല, ഈ കമ്മിറ്റിയും മറക്കത്തില്ല. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള അസോസിയേഷൻസ്, 1876 അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ, അതുപോലെ 1904 ലൈബ്രറി അസോസിയേഷൻ UK, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് എഴുതി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം ഈസി ആയിട്ട് ആ ഇയേഴ്സ് നമ്മുടെ മൈൻഡിൽ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മേജർ ലൈബ്രറീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയേഴ്സ്, ഇപ്പം ഈ ഒരു കൺസെപ്റ്റിന്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഇയേഴ്സ് നമുക്ക് മറന്നു പോകും അല്ലെ. നമ്മൾ കാണാതെ പഠിച്ചും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ചിലപ്പോൾ ഓർത്ത് വരണമെന്നില്ല. അന്ന് നമ്മൾ ഒരു ഓർഡറിലാണ് പഠിച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള മറന്നാലും ചിലപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓർഡർ നമുക്ക് ഓർമ്മ കാണും അല്ലെ. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ എലിമിനേഷൻ ഓഫ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം അതിൽ നിന്ന് നമുക്ക് ഇതല്ല ഇതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും നമുക്ക് അതിൽ ടിക്ക് ചെയ്ത് പോകാനും ഒക്കെ ഉള്ള ഈ ഒരു മെത്തേഡൊക്കെ നമുക്ക് ഇതിന് കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ക്രോണോളജിക്കലായിട്ട് മേജർ ആയിട്ടുള്ള ഇയേഴ്സ് നമ്മൾ എഴുതി വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 10 പ്രാവശ്യം നമ്മളത് റിവൈസ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് നോക്കുന്ന സമയത്തും ഒക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും അത് മറന്നു പോകാതിരിക്കാനും ഒക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രോണോളജിക്കൽ മാപ്പിംഗ് ഓഫ് ഫാക്ട്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ ആരാണ് ഫോം ചെയ്തത്, ഫൗണ്ടർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് പോവാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ അധികം ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് പിന്നൊരു ദിവസം എല്ലാ ബുക്സും എടുത്തു വെച്ച് നോക്കുന്നതിന് പകരം നമുക്ക് ഒറ്റ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒറ്റ നോട്ടിൽ നിന്ന് തന്നെ നമുക്ക് പല ഇൻഫർമേഷൻസും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടും എന്നുള്ളതും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ്. അത് നിങ്ങളുടെ മെമ്മറിയും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ഒന്നിലധികം തവണ അത് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്രോണോളജിക്കൽ മാപ്പിംഗ് ഓഫ് ഫാക്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മളെപ്പോഴും കൺസെപ്റ്റുകളെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ കൺസെപ്റ്റ് ആയിട്ട് ഇപ്പൊ കമ്മിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ കമ്മിറ്റീസിനെ പറ്റിയിട്ടുള്ള എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ കമ്മിറ്റീസിനെ പറ്റിയിട്ട് ഓരോ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ലൈബ്രറി അസോസിയേഷൻസിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ലൈബ്രറി അസോസിയേഷൻസിനെ പറ്റിയിട്ട് ഓരോ ലൈബ്രറി അസോസിയേഷൻ ആൻഡ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആരാണ് ഡെവലപ്പ് ചെയ്തത്, അതിന്റെ ഫൗണ്ടർ ആരാണ്, അതിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്തത്, ആ അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു അതായത് അവാർഡ്സ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡ്സ്,
ചാറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന കോൺഫറൻസസ് ഉണ്ടാവും, അവർ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടെല്ലാം ഉള്ള ഡീറ്റെയിൽസ് കുഞ്ഞായിട്ട് അതിനെ പറ്റിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അത് ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമുക്ക് ഒരു ഒറ്റ കൺസെപ്റ്റിൽ കിട്ടും. അതാണ് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസ്. നമ്മൾ ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അത് PYQ എന്ന് പറയുമ്പോൾ അറൌണ്ട് 5 to 10 years ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനുമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 5 to 10 years എന്ന് പറയുമ്പോൾ നമ്മൾ ലൈബ്രറി സയൻസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2021-നും 25-നും ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസിൽ അതിന് മുന്നുള്ളതും അതിനുശേഷവും വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ, അത് കോർ കൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കാനായിട്ട് 5 to 10 yearsനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുവഴി നമുക്ക് എക്സാം പാറ്റേൺ മനസ്സിലാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനും അതിന്റെ ടൈപ്സ്, അതുപോലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാം നമുക്ക് ഈ PYQസും അതുപോലെ തന്നെ മോക്ക് എക്സാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കൂടി മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ അക്യുറസി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഈ ഒരു മെത്തേഡ് സഹായിക്കും. സോ നമ്മളിപ്പോൾ എങ്ങനെയാണ് PYQ എഫക്റ്റീവായിട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ 5 to 10 yearsനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുക്കുക. അതിൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ആ ക്വസ്റ്റ്യന് ആ ആൻസർ എന്തുകൊണ്ട് കറക്റ്റ് ആയി എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതായത് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുക. ആ എക്സ്പ്ലനേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും വൈ ദാറ്റ് ആൻസർ ഈസ് റൈറ്റ് എന്നുള്ളത്. ആ ആൻസർ കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വരാനുള്ള റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എറർ ബുക്കും കൂടെ കീപ്പ് ഓൺ ചെയ്യാം. നമ്മൾ അതിൽ അപ്പോൾ എഴുതി പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻ, ഇപ്പം കണ്ടിന്യൂസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടാകും. ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ മാർക്ക് ചെയ്തിടുക. എന്നിട്ട് അതിനെ വീണ്ടും അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് എന്താണ്, ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഓരോ തവണയും ടോപ്പിക്സ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ, ഇപ്പം ഇന്ന് ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 2 പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയത്, പക്ഷെ രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒരു 4 പോയിന്റും കൂടെ കിട്ടും. അതും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈവൻ മോർ, നമുക്ക് ഒന്നിൽ അധികം എന്താ പറയാ, നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കും. ഈ ഒരു മെത്തേഡ് PYQ പ്രാക്ടീസ് വഴി നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് തരത്തിലാണ്, ഏതിൽ നിന്ന് എങ്ങനെയൊക്കെ വരാം, ഇപ്പൊ അസെഷൻ ആൻഡ് റീസണിങ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ അക്യുറസി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാം റെഡിനെസ് ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു PYQ പ്രാക്ടീസ് വഴി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ടൈമിങ്, എങ്ങനെയൊക്കെ ഒരു ഫുൾ ലെങ്ത് എക്സാം എങ്ങനെ ടൈമലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് ഈ ഒരു PYQ അല്ലെങ്കിൽ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് 3 hours അല്ലെങ്കിൽ 180 minutes ഉള്ളതാണ് ഒരു എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അതിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 300 മാർക്സിനാണ് ഇത് വരുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 1 minute ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. അപ്രോക്സിമേറ്റ്ലി 1 minute എടുക്കുക. ഈ 1 minute നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ 150 minutes കൊണ്ട് നമ്മൾ 150 ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമെന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഹാഫ് ആൻ അവറോളം നമുക്ക് അഗെയിൻ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം അതിൽ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയൽ ടൈമിലേക്ക് എക്സാംസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക്
എത്രത്തോളം സഹായമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ എക്സാം എൻവയോൺമെന്റ് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് കോർ ഏരിയയിലാണ് നമ്മൾ സ്ട്രെങ്തൻ, നമ്മുടെ കോർ ഏരിയ, നമ്മൾ ഏത് പോർഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മൾ വീക്ക് ആയിട്ടുള്ള നമ്മുടെ പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ടൈം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പീഡ് ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് മാക്സിമം, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇതിന് ലെസ് ദാൻ 1 മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനെല്ലാം ഈ ഒരു മോക്ക് ടെസ്റ്റ് ത്രൂ നമുക്ക് സഹായകമാണ്. നെക്സ്റ്റ് വരുന്നത് മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജീസ് ആണ്. ഇതില് എപ്പോഴും റെഗുലർ ആയിട്ട് ടെസ്റ്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ ക്വയറ്റ് ആയിട്ടുള്ള സ്പേസിൽ, നമ്മളുടേതായ സ്പേസിൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആസ് ആൻ എക്സാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പെർഫോമൻസ് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് തറവായിട്ട് ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മൾ വീക്ക് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ നമ്മൾ കുറച്ചും കൂടെ തറവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ആൻഡ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള വാശി വേണ്ട. വീണ്ടും ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ. നെക്സ്റ്റ് ടൈം വീണ്ടും ആ 100 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ വീണ്ടും തെറ്റുകൾ വരാം. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട്, അതിനാണ് നമ്മളൊരു എറർ ബുക്ക് വെക്കണമെന്ന് പറഞ്ഞത്. ആ എറർ ബുക്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന എറേഴ്സ് എന്താണെന്നുള്ളത് എഴുതി വെച്ചതിന് ശേഷം മാത്രം അതിനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ നമ്മൾ കുറെ കൂടെ സ്ട്രെങ്തൻ ആവും. നമ്മുടെ പോർഷൻസിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലും സ്ട്രെങ്ത് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, എങ്ങനെ സ്മാർട്ടായിട്ട് എക്സാം സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാം, എക്സാമിലേക്ക് പോകാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്ക് ഒന്നുപോലും അൺഫിൽഡ് ആയിട്ട് ലീവ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇതിൽ നമുക്ക് പ്രോബബിലിറ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ വൺസ് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല, നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ആവരുത്. പെട്ടെന്ന് നമ്മൾ അതിലൊരു സ്റ്റിക്ക് ഓൺ ആയി നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കാതെ ജസ്റ്റ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അത് അറിയില്ലെങ്കിൽ ജസ്റ്റ് വിടുക. അതിനെ ഒന്നുകിൽ റിവ്യൂവിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ പോവുക. നമ്മൾ ടൈം അവിടെ വേസ്റ്റ് ആക്കരുത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കൂടുതലായിട്ട് ഓവർ നമ്മുടെ എനർജിയും നമ്മുടെ ബ്രെയിനും നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെത്താൻ തോന്നി തുടങ്ങും, ഐ ഡോണ്ട് നോ ദിസ്, എനിക്കിത് അറിയില്ല എന്നുള്ളൊരു ചിന്ത വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വിടുക. കാരണം ഇപ്പം ഇൻ കേസ് നമ്മളൊരു 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻ നമുക്കറിയില്ല, പക്ഷെ 95 ക്വസ്റ്റ്യൻസ് നമുക്ക് മുന്നോട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ഉള്ളതായിരിക്കാം. ആ ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ സ്റ്റിക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നുള്ളത് പോലും അറിഞ്ഞൂടാ എന്ന് തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അത് അവിടെ വിട്ടിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എലിമിനേഷൻ പ്രോസസ് നേരത്തെ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 2 ഓപ്ഷൻസ് കറക്റ്റ് അല്ല എന്ന് നമുക്കറിയാം, അതിനെ എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആൻസർ ആണോ വരുന്നത് എന്നുള്ളത് നമ്മളൊരു റീസണിങ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. കാരണം നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 100 അറ്റൻഡ് ചെയ്യുക, ഒന്നും അൺഅറ്റൻഡ് ആയിട്ട് മാറ്റരുത്. അതുപോലെ തന്നെ കാം ആൻഡ്
കാമായിട്ട് ഇരുന്ന് ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ടൈം ലിമിറ്റ്, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആൻസേഴ്സ് റീചെക്ക് ചെയ്യുക, റാൻഡം ആയിട്ട് ചേഞ്ച് ചെയ്യരുത്. അതായത് നമുക്ക് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, ഇതല്ലേ അതല്ലേ ഇതല്ലേ. ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കലും ആ റാൻഡംലി നമുക്ക് തോന്നുന്ന ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒരിക്കലും മാറ്റാനായിട്ട് ശ്രമിക്കരുത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടൈം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടൈം ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞു 3 മണിക്കൂറാണ്, 180 മിനിറ്റ്സ് ആണ് വരുന്നത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 0 to 90 മിനിറ്റ്സ് ആണ്. ആ ഒരു മിനിറ്റ്സിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ 90 to 150 മിനിറ്റ്സ് ആണ്. ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 90 മിനിറ്റ്സിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ചെല്ലുക. അതായത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 90 to 150 മിനിറ്റ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഫൈനൽ റൗണ്ടിലേക്ക് വരുമ്പോൾ 150 to 180 മിനിറ്റ്സ് ആണ്. അതിൽ നമ്മൾ റിവ്യൂവിന് വേണ്ടി ഫ്ലാഗ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും അല്ലെ, അതിനെ എടുത്തിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഈ ഒരു എക്സാമിലേക്ക് കടക്കേണ്ടത്. ഈ ഒരു എക്സാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഡിസംബറിലെ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കീപ് ഡൂയിങ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ഡിസംബർ നെറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. താങ്ക് യു.